ആനിമെ ആരാധകരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോഡേൺ ആനിമെ ചരിത്രത്തിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് മാസ്റ്റർ പീസായ ഓഡ് ടാക്സിയെക്കുറിച്ചാണ്. ആദ്യമായി നോക്കുമ്പോൾ ഈ ആനിമെ വളരെ വിചിത്രമായി തോന്നാം. മൃഗങ്ങൾ ടാക്സി ഓടിക്കുന്നു, സിമ്പിൾ ആനിമേഷൻ, കാം കോൺവെർസേഷൻസ്. ഒരു ടിപ്പിക്കൽ ആക്ഷൻ പാക്ഡ് ആനിമെ പോലെയൊന്നും ഇത് തോന്നില്ല. പക്ഷെ വിശ്വസിക്കൂ, ഈ ശാന്തമായ ഉപരിതലത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ആനിമെ ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായ മിസ്റ്ററി ത്രില്ലേഴ്സിലൊന്നാണ്. 2021 പുറത്തിറങ്ങിയ ഓഡ് ടാക്സി തൻ്റെ ബ്രില്യൻ സ്റ്റോറി ടെല്ലിംഗ്, റിയലിസ്റ്റിക് ഡയലോഗ്സ്, സൈക്കോളജിക്കൽ ഡെപ്ത്, ഡാർക്ക് ഹ്യൂമർ കൂടാതെ ആനിമെ ഹിസ്റ്ററിയിലെ മികച്ച പ്ലോട്ട് ട്വിസ്റ്റിലൊന്നിലൂടെ ആരാധകരെ ഞെട്ടിച്ചു. ഈ ആനിമെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മാസ്റ്റർ പീസ് ഉണ്ടാക്കാൻ ഫ്ലാഷി ഫൈറ്റ്സും ഓവർ പവർഡ് ഹീറോസും ആവശ്യമില്ല എന്നതാണ്. ചിലപ്പോൾ ഒരു ടാക്സിക്കുള്ളിലെ സാധാരണ കോൺവെർസേഷൻസ് പോലും ഏത് ബാറ്റിൽ സീനിനേക്കാൾ ഇൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഓഡ് ടാക്സിയുടെ ലോകത്തേക്ക് നമുക്ക് ഡീപ്പായി ഡൈവ് ചെയ്യാം. അതിൻ്റെ കഥാത, പ്രധാന കഥാപാത്രങ്ങൾ, ഹിഡൻ മീനിങ്സ്, സ്ട്രെങ്ത്സ്, വീക്ക്നെസ്സസ് കൂടാതെ എന്തുകൊണ്ട് ഈ ആനിമെ നിങ്ങൾ നിർബന്ധമായും കാണണം എന്നതിനെക്കുറിച്ച്. ഇതുപോലുള്ള ആനിമെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കഥയുടെ അവലോകനം. ഓഡ് ടാക്സിയുടെ കഥ ടോക്കിയോയിൽ ജീവിക്കുന്ന ക്വയറ്റിയും സോഷ്യലി ഓക്വേർഡുമായ ടാക്സി ഡ്രൈവറായ ഹിരോഷി ഒഡോകാവായുടെ ജീവിതത്തെ പിന്തുടരുന്നു. ഓരോ ദിവസവും വ്യത്യസ്തരായ പാസഞ്ചേഴ്സ് അവൻ്റെ ടാക്സിയിൽ കയറുന്നു. സ്റ്റുഡൻസ്, കമീഡിയൻസ്, ഗാങ്സ്റ്റേഴ്സ്, ഐഡൽസ്, പോലീസ് ഓഫീസേഴ്സ്, ഇന്റർനെറ്റ് ആഡിക്ട്സ്, ക്രിമിനൽസ്. ആദ്യം ഇവരുടെ കോൺവെർസേഷൻസ് എല്ലാം റാൻഡം ആയതുപോലെ തോന്നും. പക്ഷെ പതുക്കെ എല്ലാം തമ്മിൽ കണക്റ്റ് ആകാൻ തുടങ്ങുന്നു. ഒരു മിസ്സിംഗ് ഗേൾ കേസ് മുഴുവൻ നഗരത്തെയും ഞെട്ടിക്കുന്നു. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ശക്തമാകുന്നു. യക്കൂസ ഉൾപ്പെടുന്നു. ഓൺലൈൻ ഫെയിം ആളുകളുടെ ജീവിതം നശിപ്പിക്കുന്നു. രഹസ്യങ്ങൾ പുറത്തുവരാൻ തുടങ്ങുന്നു. അതിലും അതിശയകരമായത്, എല്ലാ വഴികളും ഒഡോകാവായിലേക്കാണ് എത്തുന്നത്.